ഇവര് ഫസ്റ്റേ പഠിപ്പിച്ചു വെച്ചു ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആരാണ്, തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്, അവരെങ്ങനെയാ ബഹുമാനിക്കേണ്ടത്, അവരെങ്ങനെയാ ആദരിക്കേണ്ടത്, അവര് പറയുന്ന എങ്ങനെ കേൾക്കണം. അതുകൊണ്ടല്ലേ മറ്റേ ആജിക്ക അടുക്കള 3 പ്രാവശ്യം പൊളിച്ച് ലക്ഷങ്ങൾ കൊടുത്തിട്ട് അടുക്കള ഉണ്ടാക്കിയത്. തങ്ങള് ഏതോ കുഞ്ഞിക്കോയ ഏതോ മുത്തുക്കോയ, അല്ലാണ്ട് ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ മകന്റെ മകനൊന്നും അല്ല. കുഞ്ഞിക്കോയ വന്നിട്ട് കസേരം ഇരുന്നിരിക്കണം നോക്കിയിട്ട് പറഞ്ഞു അടുക്കള അവിടെ ശരിയാവൂല, അതാണ് നിന്റെ മോൻ ഇങ്ങനെ കഞ്ചാവ് അടിച്ച് നടക്കുന്നു. അപ്പൊ തന്നെ അടുക്കള ടീം കഴിഞ്ഞു. ലക്ഷങ്ങൾ ആർക്ക് പോയി എന്ന് പറഞ്ഞാൽ ആ വന്നിരുന്ന കുഞ്ഞിക്കോയ ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ അനുസരിച്ചോളണം എന്നത് ചെറുപ്പത്തിലേ പഠിപ്പിച്ചങ്ങ് വെച്ചു. അതുകൊണ്ട് പേടിയാണ്. തങ്ങൾ പറഞ്ഞിട്ട് പൊളിക്കാണ്ടിരുന്നാൽ എങ്ങനെയാ പൊളിക്കും. അത് അവരുണ്ടാക്കിയ കുടില തന്ത്രമായിരുന്നു. അത് ഇന്നും അവർ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സലഫികളെടുത്ത് മാത്രമേ ആ ഒരു തന്ത്രം വിലപ്പോവാതെ വന്നിട്ടുള്ളൂ. സലഫിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അയ്യോ ഇയാളിതാ ജിഫ്രി മുത്തുക്കോയനാ പറഞ്ഞത്, നമുക്ക് ജിഫ്രി മുത്തുക്കോയ മാത്രം, ഇതിനപ്പുറത്ത് വേറെ ആരുമല്ല. അത് നമ്മുടെ നാട്ടിലുള്ള സമസ്തന്റെ ഒരു നേതാവ്. സലഫികളെ സംബന്ധിച്ചിടത്തോളം പച്ച ബടായി വിടുന്ന ഒരു ചങ്ങായി, അതിനപ്പുറത്തൊന്നും കാണുന്നില്ലാന്ന്. അവർ ആദരിക്കപ്പെടേണ്ടവരല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിന് എതിര് പറയുന്നവൻ ബഹുമാനിക്കപ്പെടേണ്ടവനേ അല്ല. അതെങ്ങനെയാണ്? അബൂതാലിബ് പിന്നെയും നല്ല മനുഷ്യനായിരുന്നു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി വന്ന് സ്റ്റേജിന്മേൽ ഇരുന്ന് പറഞ്ഞാൽ അയാളെ കഥ എന്താ? വലിയ നേതാവാ കേരളത്തിലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്റ്റേജിന്മേൽ വന്ന് ഇരിക്കാറുണ്ട്. സമസ്തന്റെ മുശാവറയിലൊക്കെ അള്ളാഹുവിന്റെ റസൂല് വന്ന് പങ്കെടുക്കാറുണ്ട്. റസൂൽ ഇവന്റെ തറവാട് സ്വത്ത് പോലെ ഇവരെ വർത്തമാനത്തിൽ വരുന്നത്. അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്കൊന്ന് പൊക്കി വെക്കാൻ വേണ്ടി ഓപ്പറേറ്റർ വന്നപ്പോൾ പറഞ്ഞോലും അത് പൊങ്ങിക്കോളൂ. നമ്മൾ സാധാരണ കുട്ടൂസന്റെ കഥ വായിക്കുന്ന പോലെ, മായാവിന്റെയും കുട്ടൂസന്റെ കഥ വായിക്കുന്ന പോലെ അത് പൊങ്ങിക്കോളും. ഇങ്ങനെ ഇരുന്നപ്പോൾ മൈക്ക് ഇങ്ങനെ പൊങ്ങി വന്നു, പ്രസംഗിച്ചു, മൈക്ക് താണു, ഓപ്പറേറ്റർ അന്തം വിട്ടിട്ടല്ലോ ഇതെന്തെന്നപ്പ അതാണ് ഇത് പറയുന്ന ഒരു കഥാകാരൻ. അത്രേ നമുക്കുള്ളൂ. അല്ലാണ്ട് വ്യക്തികളെ പൂജിക്കുന്ന പരിപാടിയൊന്നും സലഫികൾക്ക് ഇല്ല, ഇസ്ലാമിലില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോൾ എഴുന്നേറ്റുന്നു സഹാബാക്കൾ. റോമിന്റെയും പേർഷ്യയുടെയും രാജാക്കന്മാരെ പോലെ കാണണ്ട തന്നെ എനിക്ക് അബ്ദുല്ലാഹി വഖൂലു അബ്ദുല്ലാഹി ഞാൻ അള്ളാന്റെ അടിമ മാത്രമാണ്. അങ്ങനെ എനിക്ക് അനാവശ്യമായ ആദരവൊന്നും നിങ്ങൾ തരണ്ട. അത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദന്റെ ബാക്കി ഭാഗമാണ് ഈ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലായി പറയുന്നു ഒരു അടിമയാണ് ഞാൻ. ഇത് ബുഖാരി ഇങ്ങനെ ഇരിക്കുകയാണ്, കുഞ്ഞിക്കോയ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ആള് വരുന്നു, തല കുനിക്കുന്നു, മുത്തുന്നു. മുത്തി മൂപ്പരെ കൈ കളഞ്ഞപ്പം മൂപ്പര് പറഞ്ഞു ഇനി ഓനെ മുത്തിക്കോന്ന്. എങ്ങനെ? എന്നെ മുത്തിയോനെ മുത്തിക്കോന്ന്. ഇതിൻ്റെ അടുക്ക് പറയുന്നിട്ടിരുന്നു വെള്ളത്തിൽ ഊതി തങ്ങള് തളന്ന്, കാരണം ആയിരങ്ങൾ ഉണ്ടാവൂലേ. അവസാനം സഹി കെട്ടി മൂപ്പര് വന്ന് ചെമ്പ് വാങ്ങി അതിൽ ഊതിട്ട് വന്ന് കിണറ്റി കൊണ്ടുപോയിട്ട് വെച്ചേന്ന്, ഞാൻ കിണറ്റൊന്ന് കോരിക്കോന്ന്. അവരൊന്നും നമുക്കൊന്നുമല്ല. അതൊക്കെ ഇസ്ലാമിനെ പരിഹസിക്കാൻ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന കോമാളികൾ. ഇത്ര നമുക്ക് പറയാനുള്ളൂ. അവിടെ പറയാം തങ്ങളുടെ പേര് അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ എടുത്തി വീണു പോവും. ഒന്നും സംഭവിക്കില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോരയായ തങ്ങളെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? ഇത് ദ്വീപിന്ന് വന്ന കുഞ്ഞിക്കോയല്ലേ. ഖുർആനിൽ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ചോര അബൂലഹബ് ഓനെ ഞാൻ തീജ്വാലയുള്ള നരകത്തില് കത്തിച്ചു കളയുന്ന അള്ളാഹ് പറഞ്ഞ്. ആരെപ്പറ്റി? സ്വന്തം ചോര മൂത്താപ്പാനെ പറ്റി. ഇത് ദ്വീപിലെ ചോരല്ലേ, ഇത് തങ്ങളുമായിട്ട് എന്ത് ബന്ധം? അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു സലഫികളുടെ മുമ്പിൽ മാത്രമേ അത് വിലപ്പോവാതിരുന്നിട്ടുള്ളൂ. വ്യക്തികളുടെ പോരിശകൾ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ച് അവരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റി ജൂതന്റെ തന്ത്രം ജയിച്ചു. കാരണം മിമ്പറിന്റെ മുകളിൽ ഇരുന്നിട്ട് എന്ത് പടായും വിടാം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ പകര മൗലവി ഉണ്ടല്ലോ, പകര ആ ചങ്ങായിയെല്ലാം പറയുന്ന കളവ് ഈ കൗമ് വിശ്വസിക്കണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ അടുക്കും ആ ക്ലിപ്പ് ഒന്നുകൂടെ കേട്ടു പറയുമ്പോൾ കൃത്യമായിട്ട് പറയാൻ. അതായത് വിമാനം ലാൻഡ് ചെയ്യുന്നില്ല, പൈലറ്റ് ആകെ വെപ്രാളത്തിലാണുള്ളത്. അപ്പൊ CM-ന്റെ ഒരു മടവൂരുണ്ട് പ്ലെയിനില്. മൂപ്പര് ഒറ്റയടിക്കൽ ഫാത്തിഹ ഇലാ CM ഫാത്തിഹ ഓതി. പെട്ടെന്ന് അയാൾ ഇങ്ങനെ
കാരണം ഉണർവിൽ എന്തായാലും സംഭവം നടക്കില്ല എന്ന് ഉറപ്പല്ലേ. ഉറക്കിലിപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയാം, ഞാൻ ഇന്നലെ അമേരിക്കയിലും പോയിട്ട് കറങ്ങി വന്നു. ഇപ്പോപ്പാ അല്ല ഉറങ്ങുമ്പോൾ ഞാൻ ലണ്ടനിലൊക്കെ ഞാനും പോവാറുണ്ട്, അങ്ങനെ എന്തും പറഞ്ഞ് തള്ളാം. അതുകൊണ്ട് എല്ലാം ഉറക്കിലാണ്. ഇങ്ങനെ ഉറങ്ങി അപ്പം കാണുന്ന വെച്ചാൽ CM വന്ന് വിമാനത്തെ പിടിച്ചിട്ട് റൺവേയിലേക്ക് ഇറക്കി വെക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന കൗമ്, സുബ്ഹാനല്ലാഹ്, അതാണ് CM. ഇതുണ്ടാക്കി ജൂതൻ ജയിച്ചു. സത്യം പറഞ്ഞാൽ ഈ പച്ച ബടായി എന്ത് ചെയ്തു, ആളുകൾ മനസ്സിൽ വിശ്വസിക്കുന്ന തരത്തിൽ പറയാൻ പറ്റുന്നൊരു സ്റ്റേജിലേക്ക് ഇവരെ ഉയർത്തി. അതാണ് ഏറ്റവും വലിയ തന്ത്രം. അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒരു സംഗതിയാണ് ഈ കുതുബിയത്ത് എന്ന് പറയുന്ന മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പോലിശ പറയുന്ന മാലപ്പാട്ട്. കുതുബിയത്ത് ഉണ്ടാക്കിയത് ആരാ? പറയുന്നതെല്ലാം കേട്ടാത്തൊന്നും അല്ലാഹുവിന്റെ റസൂലിന് ഇറങ്ങി വന്ന വഹയ്യാന്ന് നിന്നാണ്. സദഖത്തുല്ലാ മൗലവി ഏത് നാട്ടിലാ? അൽ ഖാഹിരി എന്ന് കേൾക്കുമ്പോൾ കൈറോ എന്ന് വിചാരിക്കൊന്നും വേണ്ട, കായൽപട്ടണം, തമിഴ്നാട്ടുകാരൻ, അണ്ണാച്ചി. തമിഴ്നാട്ടിലുള്ള ഒരു മൗലാനുണ്ടാക്കിയ സാധനം. ഞാൻ ഇങ്ങനെ മനഃപൂർവ്വം പറയുന്നതാണ്. ഇവരെ വിചാരം എന്ന് വെച്ചാൽ ഈ സലഫികൾ ഇവർക്ക് എന്തും പറയാം, ജാഹിലുകളും തോതിവാസികളും അങ്ങനെ ഇങ്ങനെ. അതേസമയത്ത് ഈ പച്ച ശിർക്കും കൊടിയ കുഫറും സാധാരണക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഇവരുടെ ഈ മുതുത്ത നേതാക്കന്മാരുണ്ടല്ലോ, അവരെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് വരണം. അതിന് വേറെ ആളെ നോക്കണം. സദഖത്തുല്ലാ മൗലവി തമിഴ്നാട്ടുകാരൻ നമ്മുടെ നാട്ടിൽ എന്താ വിളിക്കുക? തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ, ഞാൻ തെറി പറഞ്ഞൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടുകാർ അണ്ണാച്ചി എന്നാ വിളിക്കുക. അപ്പൊ ഒരു അണ്ണാച്ചിയായ മൗലവി അങ്ങനെ പറയാം. അയാളത് ഉണ്ടാക്കിയത്. അയാളെ പറ്റി പറയുന്നത് എന്താ അറിയോ? ഒരിക്കൽ മഹാനവറുകൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇതൊരു ഫൈസി എഴുതിയതാട്ടോ, ഫൈസി API രണ്ടായാലും എന്താ, ആദർശ രണ്ടിന്റെ ഒന്ന് തന്നെ. API ആലും ഈക്കാലും ആദർശ രണ്ടും ഒന്ന് തന്നെ. അഖീദയിൽ രണ്ടിനും പിഴച്ചതാ. അതിൻ്റെ എല്ലാ ഉദാഹരണവും തെളിവും പറയാൻ നമുക്ക് സമയം തികയില്ല. ഒരിക്കൽ മഹാനവറുകൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ആരോട്? സദഖത്തുല്ലാഹിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം കേട്ടോളിട്ടോ, ഉമറുൽ ഫാറൂഖ് എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ തല വന്ന് വിട്ടു ഇത് ഞാൻ വായിക്കുമ്പോൾ. അദ്ദേഹം മഴയുടെ ഉത്തരവാദിത്തമുള്ള മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ വിളിക്കുകയും, അപ്പൊ മൂപ്പര് മീകായിൽ ആടെ ഉണ്ട്, ആര് സദഖത്തുല്ലാഹ് വിളിക്കുമ്പോൾ വേഗം കേൾക്കാൻ തൊട്ടടുത്തുണ്ട്, വിളിക്കുകയും ജനങ്ങളുടെ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആരോട്? മീകായിലിനോട്. മീകായിൽ ഉടനെ അള്ളാഹുവിന്റെ സമ്മതത്തോടെ മഴ വർഷിപ്പിച്ചു. അപ്പം ഈ സദഖത്തുല്ലാഹ് എന്ന് പറയുന്ന കുതുബത്തി എഴുതിയ മഹാനുഭാവന്റെ ഒരു വലിയ കറാമത്ത് എന്താണെന്നറിയോ? മീകായിലിനോട് നേർക്ക് നേരെ മഴ പെയ്യിപ്പിച്ച കറാമത്ത് കാണിച്ച മഹാനുഭാവനാണ്. ബാക്കി കേട്ടോ. ഇതുകൊണ്ട് മീകായിൽ അലൈഹിസ്സലാം വന്നത് പലരും നേരിൽ കണ്ടിരുന്നു. അതെങ്ങനെയാപ്പാ മീകായിൽ എങ്ങനെ നേരിൽ കാണുക? നബിസ്വല്ലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീലിനെ ആകെ 2-3 പ്രാവശ്യം ജിബ്രീലിന്റെ സൂറത്തിൽ കണ്ടിട്ട് 2 പ്രാവശ്യം ജിബ്രീലിന്റെ യഥാർത്ഥ സൂറത്തിൽ കണ്ടിട്ടുള്ളൂ നബി ആയതുകൊണ്ട്. ബാക്കി വന്നതൊക്കെ ദിഹ്യത്തുൽ കൽബി എന്ന് പറയുന്ന ഒരു സഹാബിന്റെ കോലത്തിലാണ്. അത് നുബുവത്തുള്ള ആളായതുകൊണ്ട് മനസ്സിലായി ജിബ്രീലാണെന്ന്. വന്ന ആ ജിബ്രീലിനെ സഹാബത്തിൽ പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ അത് റസൂലുള്ളാഹി തങ്ങൾ ജിബ്രീലാന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെട്ടത് അത് ജിബ്രീലായിരുന്നു. അപ്പൊ സഹാബത്തിനേക്കാളും വലിയ മഹാനാണ് ആര്? സദഖത്തുല്ലാഹ് തമിഴ്നാട്ടുകാരൻ. അത് ഉണ്ടാക്കലാണ് ഇവരുടെ പരിപാടി. ആ ഒരു മനസ്സ് ഉണ്ടാക്കൽ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്ത് സ്ഥിരമായി വഹയി വന്നുകൊണ്ടിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ടേയിരുന്നു. അതിലെപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോടെങ്കിലും അങ്ങോട്ടൊരു ആവശ്യ പൂർത്തീകരണത്തിന് പറഞ്ഞതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സദഖത്തുല്ലാഹ്ക്ക് പറയാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ അർഹത ആർക്കാ? ജിബ്രീൽ കൂട്ടുകാരനാണ്, വന്നോണ്ടിരിക്കുന്ന ആളാണ്. എന്തെല്ലാം ആവശ്യം വന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹാ വ്യഭിചാര ആരോപണത്തിൽ വിഷമിച്ച് പ്രയാസപ്പെട്ട് കരഞ്ഞ് കലങ്ങിയിരിക്കാണ് 2 മാസം. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് ജിബ്രീലേ വല്ലാത്ത വിഷമത്തിലാണ് ഞാൻ ഉള്ളത്, ഒന്നതിന്റെ സത്യാവസ്ഥ പറഞ്ഞ ജിബ്രീലേ പറഞ്ഞ പോലെ. പക്ഷെ ഇസ്ലാമിനെതിരാണത്. അങ്ങനെ ആൾക്കാർക്ക് കാണാനും കഴിയില്ല. അങ്ങനെ സദഖത്തുല്ലാഹിനെ പോലത്തെ മനുഷ്യന്മാർക്ക് മീകായിലിനോട് സംസാരിക്കാനും പറ്റൂല. അവർക്ക് മലക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. കാരണം അവരിപ്പോഴും ഡാക്കിറിന്റെയും കുട്ടൂസന്റെയും കഥയിലാണ് ഉള്ളത്. അതിൽ കുന്തത്തുമ്പോൾ വരുന്ന ലുട്ടാപ്പി എന്നാണ് മീകായിലിനെ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ കാണാനും പറയാനും വളരെ
പെയ്യിപ്പിക്കാൻ വേണ്ടി പറയാനും ഒക്കെ സാധിക്കുന്ന ആണ്. അതാണ് ഈ കുതുബിയത്ത് എഴുതിയ ആളുടെ ഒരു കറാമത്ത്. കള്ളം, പച്ചക്കളവ്. ഇതുകൊണ്ട് ജനങ്ങൾ ആ പള്ളിയെ മീക്കായിൽ പള്ളി എന്ന് നാമകരണം ചെയ്തു. ഇനി ഇതാണ് ആ കുതുബിയത്ത് എഴുതിയ ആളുടെ ഏറ്റവും വലിയൊരു കറാമത്ത്. മൂപ്പരാണ് മൊയ്‌ദി ശേഖിനെ പറ്റി ഇത് എഴുതിയത്. കുതുബിയത്ത് എന്ന കിതാബിനെ ഇസ്ലാമിക ലോകം മുഴുവനും അംഗീകരിച്ച, ഇസ്ലാമിന് വലിയൊരു സ്ഥാനമുള്ള ഒരു മതഗ്രന്ഥം പോലെയാണ് ഈ ജൂതന്റെ പണിക്കാര് അതിനെ അവതരിപ്പിക്കുന്നത്. പറയാണ്, വിഷമം പറയാണ്, എന്നാൽ നബിയും സഹാബത്തും ചെയ്തോ കുതുബിയത്ത് എന്നൊക്കെ ചോദിച്ചാണ് ഇന്നത്തെ മുജാഹിദ് പോലത്തെ പുത്തൻ പ്രസ്ഥാനക്കാർ ഇതിനെ എതിർക്കുന്നത്. മൂപ്പർക്കറിയ ഇതെല്ലാം പറയുമ്പോൾ മുജാഹിദികൾ എന്ത് ചെയ്യും? ഇതിനെ എതിർക്കും. അപ്പൊ നബിയും സഹാബത്തും ചെയ്തോ എന്ന് ചോദിച്ചിട്ടാണ് മുജാഹിദീങ്ങൾ എതിർക്കുന്നത്. ബാക്കി കേട്ടോളൂ മൂപ്പര മറുപടി. ആദ്യമായി ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിന്റെ മദ്ഹ് കാവ്യമാകുന്നു. ഇതെങ്ങനെ നബിയും സഹാബത്തും ചെയ്യും? അവൻ നബിദിനം കഴിക്കാൻ പാടില്ല എന്ന് ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്നതോ? മനസ്സിലായില്ല. കുതുബിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മൊയ്‌ദീൻ ശൈഖ് 700 കൊല്ലത്തിന് ശേഷം വന്ന ആളല്ലേ, അപ്പൊ മൊയ്‌ദീൻ ശൈഖിന്റെ കുതുബിയത്ത് അവർ ഓതൂലല്ലോ എന്തായാലും, അപ്പൊ അവര് ചെയ്യൂലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു നബിദിനം കഴിക്കാൻ പാടില്ല. അപ്പൊ ചോദിച്ചെന്താ, അങ്ങനെ നബിദിന ആഘോഷം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസ് കാണിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തേ പറ്റാത്തത്? ആ തോന്നിവാസം വന്നാലും കാണിച്ചിട്ടില്ല. അന്ന് കാണിച്ചാലല്ലേ എതിർക്കപ്പെടുള്ളൂ. എന്നാൽ അതിനേക്കാളും വലിയ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ഉപ്പ പണ്ടേ പറയുന്നുണ്ട്, നമുക്കാവുമ്പോ 35, നിങ്ങൾക്കാവുമ്പോ 12. അതാണ് ഈ രീതി. മുജാഹിദ് അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാല് 700 കൊല്ലത്തിന് ശേഷം വന്ന മൊയ്‌ദീൻ ശൈഖിന്റെ മദ്ഹ് എങ്ങനെയാ റസൂലും സഹാബാക്കളും പാടല്? അതൊരു പൊട്ട ചോദ്യമല്ല. അതാ ചോദിക്കുന്നതിലൊക്കെ ഒരു അന്തം വേണ്ടേ? അള്ളാഹുവിന്റെ മഹാന്മാരുടെ മദ്ഹും അവരുടെ മുഅ്ജിസത്തും കറാമത്തും ഒക്കെ പദ്യരൂപത്തിലോ ഗദ്യരൂപത്തിലോ പാടുകയോ ചൊല്ലുകയോ ചെയ്യുന്നത് തീർത്തും പുണ്യമുള്ള കാര്യമാകുന്നു. അതിൽ മുഅ്മിനീങ്ങൾക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹു ബഹുമാനിച്ചവരെ ആദരിച്ചവരെ നാം ആദരിക്കലും ബഹുമാനിക്കലും അള്ളാഹുവിൽ അനുസരിക്കലാകുന്നു. സംശയമൊന്നുമില്ല. അള്ളാഹു അനുസരിക്കണം, അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം, അള്ളാഹു ആദരിച്ചവരെ ആദരിക്കണം. പക്ഷെ അത് എങ്ങനെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അള്ളാഹു ആദരിച്ച ഏറ്റവും വലിയ ആദരവ് കൊടുത്ത ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോടുള്ള ആദരവ് സഹാബത്ത് എങ്ങനെ കാണിച്ചു എന്നുള്ളത് ഹദീസ് കിതാബുകളിൽ മുഴുവനുണ്ട്. അസ്സഹാബത്ത് ആ ആദരിക്കപ്പെടേണ്ട പ്രവാചകനോട് ചെയ്യാത്തത് വേറെ ഒരാളോടും ചെയ്യാൻ മുഅ്മിനീങ്ങൾക്ക് സാധ്യവുമല്ല. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? ഇസ്ലാമിൽ ആരെങ്കിലും ഒരു നല്ല ചര്യ ആരംഭിച്ചാൽ അതിന്റെ പ്രതിഫലം അവനുണ്ട്. അവരുടെ പ്രതിഫലത്തിൽ നിന്നൊട്ടും കുറയാതെ തന്നെ അവന് ശേഷം അത് പ്രവർത്തിച്ചുള്ള പ്രതിഫലവും അവനുണ്ട്. ആരെങ്കിലും ഇസ്ലാമിൽ ചീത്ത ചര്യ ആരംഭിച്ചാൽ അതിന്റെ തിക്തഫലം അവനുണ്ട്. അവരുടെ തിക്തഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ തന്നെ അവന് ശേഷം അത് പ്രവർത്തിച്ചുള്ള തിക്തഫലവും അവനുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ശരിയാണ്. എന്താരംഭിച്ചാൽ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. നല്ലത്. കുതുബിയത്ത് നല്ലതല്ല, ചീത്തയിൽ ചീത്തയാണ്. അത് നല്ലത് തുടങ്ങിയതല്ല. ദീനുൽ ഇസ്ലാമിന് പരിചയമില്ലാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിട്ടില്ലാത്ത, ദുനിയാവിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ച സഹാബാക്കൾ ആദരിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടില്ലാത്ത പുതിയ ഒരു വഴി ഇവരുണ്ടാക്കിയത് ദീനിൽ നല്ല കാര്യം തുടങ്ങുന്നതിന് തെളിവല്ല. ശേഷം പറഞ്ഞ ചീത്ത കാര്യം തുടങ്ങിയാൽ അതിന് ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ചെയ്യുമോ അതിന്റെ മുഴുവൻ തിക്തഫലവും തുടങ്ങിയിട്ടുണ്ടാവും. സദഖത്തുള്ളാഹി കിടക്കാൻ കഴിയില്ല നേരാവണ്ണം. കായപ്പട്ടണത്തുകാരൻ ഉണ്ടാക്കിയ മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ കുതുബിയത്ത് പാടുന്ന ഓരോരുത്തരുടെയും പാപം വഹിക്കേണ്ടി വരും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഖുറാഫി പറയാണ്, അതിനാൽ കുതുബിയത്ത് ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി മുഅ്മിനീങ്ങൾ നടത്തുന്നത് പുണ്യമുള്ള കാര്യമാകുന്നു. ഇതിൽ ഇസ്തിഗാസയും തവസ്സുലും അടങ്ങിയിരിക്കുന്നു. അതാണ് പ്രശ്നം. നമ്മൾ ഈ പറയുന്ന പ്രശ്നം അതാണ്. മൊയ്‌ദീൻ ശൈഖിന്റെ മദ്ഹ് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. മൊയ്‌ദീൻ ശൈഖിനുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവം നല്ലതായിരുന്നു, പണ്ഡിതനായിരുന്നു, തൗഹീദിന്റെ ആളായിരുന്നു, ബഗ്ദാദിൽ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ച ആളായിരുന്നു, ഇസ്ലാമിന് വേണ്ടി കഷ്ടപ്പെട്ട ആളാണ്. അതൊക്കെ പറഞ്ഞോളി. ജനങ്ങൾ ബഹുമാനിക്കട്ടെ, ആദരിക്കട്ടെ, സ്നേഹിക്കട്ടെ. അദ്ദേഹം പറഞ്ഞ വഴിക്ക് ജനങ്ങൾ സഞ്ചരിക്കട്ടെ, അതും പ്രശ്നമല്ല. പക്ഷെ ഇവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ കുതുബിയത്തിൽ എന്ത് സംഭവിച്ചു? ദീനുൽ ഇസ്ലാം അടക്കി ആക്ഷേപിച്ച, ഒരു
ഒരിക്കലും പാടില്ല എന്ന് കൽപ്പിച്ച തവസ്സുലും ഇസ്തിഗാസയും ആ ഖുതുബിയ്യത്തിന്റെ വരികളിൽ വന്നിട്ടുണ്ട്. ഇനി കേട്ടോളി. എന്താ ഇസ്തിഗാസ മീൻസ്? സഹായ തേട്ടം, വലിയ ശൈഖിനോട് സഹായം തേടുക. വിമർശനം ഉന്നയിക്കുന്നവർ ഖുതുബിയ്യത്ത് ബൈത്തിൽ എന്ത് ഇസ്ലാമിക ചതുർപ്രമാണത്തിനെതിരാണ് എന്ന് പറയുക. എന്താ ചതുർപ്രമാണം? ഖുർആനും സുന്നത്തും ഖിയാസും ഇജ്മാഉം. അതിനെതിരായിട്ട് എന്താണ് ഖുതുബിയ്യത്തിലുള്ളത് എന്നാണ് നമ്മുടെ നാട്ടിലുള്ള ഈ മിമ്പറുകൾ അലങ്കരിക്കുന്ന മൗലവിമാര് നമ്മളോട് ചോദിക്കുന്നത്. കേട്ടോളൂ. എന്ത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി ബസിർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിനി മിൻ ലദാഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹ്യിദ്ദീനി. ഇതാണ് ചതുർപ്രമാണത്തിന് എതിരായിട്ടുള്ള ഖുതുബിയ്യത്തിന്റെ വരികൾ. ഇത് ജസ്റ്റ് നമ്മളെ നൗഷാദ് ഹസന് പേരോട് സഖാഫിക്ക് കൊടുത്ത ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. അതിനപ്പുറത്തെ അതിന്റെ വലുത് ഇഷ്ടം പോലെ ഉണ്ട് ബാക്കിയിൽ. ഇത് ചൊല്ലാൻ ഇസ്ലാമിൽ തെളിവെന്താണ്? ഇത് ചൊല്ലിയവന്റെ അർത്ഥമറിഞ്ഞ് ഉൾക്കൊണ്ട് വിശ്വസിച്ച് ചൊല്ലിയവന്റെ ഹുക്കും എന്താണ്? അർത്ഥമറിയാതെ ഇതെന്താണ് എന്ന് ബോധമില്ലാതെ ചൊല്ലുന്നവൻ പിരാന്തൻ. നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ എന്ത് വേണം? ഒരു നിയ്യത്ത് വേണം. എന്തിന്? ഇതെന്താ സംഭവം? ഞാൻ എന്താ ഈ പറയുന്നത്? എന്താണ് ഈ ചോദിക്കുന്നത്? ഇതൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ പാട്ട് പാടുന്നവൻ പിരാന്തൻ. അങ്ങനത്തെ പിരാന്തന്മാരാണ് ഭൂരിപക്ഷം, 198 സമസ്ത കൂടാരത്തിലുള്ളവരെല്ലാം ഈ പറഞ്ഞ ഒന്നും തിരിയാതെ എന്ത് കോതക്ക് പാട്ട് എന്നാ പറയാ? എന്തോ ഒരു കോതക്ക് പാട്ട് എന്ന് പറയില്ലേ? എന്റെ സുബൈറുസ്താ പറയുന്നുണ്ട് കൗസരി, കുഞ്ഞാൻ കുഞ്ഞാൻ കൂടെ കുഞ്ഞാൻ. പള്ളിയിലെ മൊയ്താർക്ക് ഇങ്ങനെ പാടുന്നുണ്ട്. അപ്പം കുറെ വയസ്സന്മാരുണ്ട്. ഇപ്പൊ പിന്നെ മുജാദിങ്ങളോട് ദേഷ്യമുള്ള കുറെ ചെറുപ്പക്കാരുണ്ട്. വാശി നിൽക്കാൻ മാത്രം പോയിട്ട് മുമ്പിലാന്തൻ പൊട്ടൻ, ഒന്നും അറിയില്ല. മെഹ്റാബിൽ ഇരിക്കുന്നവൻ പൊട്ടനല്ല, അവൻ ചതിയൻ, വഞ്ചകൻ. അതായത് അള്ളാനെ മാത്രം വിളിക്കേണ്ട മുസ്ലിമിന്റെ നാവിനെ കൊണ്ട് 700 കൊല്ലം മുമ്പ് മരിച്ച് കബറടക്കം ചെയ്യപ്പെട്ട ഷെയ്ഖ് ജീലാനിയെ വിളിച്ച് ജീലാനി കേൾക്കും, ഇടപെടും, സഹായിക്കും എന്ന് വിശ്വസിക്കുന്നവൻ ഇസ്ലാമിന്ന് പുറത്താണ്. അതാണ് ഖുതുബിയ്യത്തിൽ ഇപ്പൊ പറഞ്ഞത്. ഖുതുബിയ്യത്തിൽ ചെല്ലുന്നവന്റെ വേഗം പോയിട്ട് നിസ്കരിക്കാൻ പറ്റില്ല, കാരണം ഇസ്ലാമിന്ന് പുറത്താണ്. കാരണം ചൊല്ലിയത് ഇതാണ്. എന്താ ചൊല്ലിയത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി, എന്റെ നേതാവായവരെ, എന്റെ സഹായിയായവരെ, കുല്ലി ദഹീറൻ അലൽ അഅദാഇ ബിൽ മദദി, ശത്രുക്കൾക്ക് എതിരെ അങ്ങ് നമുക്ക് സഹായിയായി നമ്മളെ സഹായിക്കണമേന്ന്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ സമഅ് എന്ന സിഫത്ത് നമുക്കറിയാം, മുഖാലിഫുൻ ലിൽ ഹവാദിസ്. അള്ളാഹ്ക്ക് വാജിബായ സിഫത്ത് ഏതൊക്കെയാ? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു മൗജൂദാണ്, ഉള്ളവനാണ്. ഖദീമുൻ, പണ്ട് പണ്ടേ ഉള്ളവനാണ്. ബാഖി, നാശമില്ലാത്തവനാണ്. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, നിരുപാധികം സൃഷ്ടികളോട് എതിരായവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ സമഅ് എന്ന് പറയുന്ന സിഫത്ത്, സമീആയ അള്ളാഹുവിന്റെ കേൾവി പരിധിയില്ലാത്ത കേൾവിയാണ്. ഒരു പരിധിയില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം അറഫയിൽ ഏകദേശം 22 ലക്ഷം ആൾക്കാരുണ്ട് കണക്ക് പ്രകാരം. അതല്ലാത്തത് അതിന്റെ ഡബിൾ ഉണ്ട്. പല ദേശക്കാരും, പല ഭാഷക്കാരും, പല ആവശ്യക്കാരും. ഈ 25 ലക്ഷം ആളുകളും അള്ളാഹിനോട് അറഫ ദിവസം പല കാര്യങ്ങളും ചോദിച്ചു. ആയിരക്കണക്കിന് കാര്യങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ ചോദിച്ചു. പക്ഷെ ഓരോന്നും അള്ളാഹു കേട്ടിട്ടുണ്ട്, ഓരോന്നിന്റെ മറുപടിയും അള്ളാഹു കൊടുക്കും. ഇതാണ് അള്ളാഹുവിന്റെ സമഅ്. ഇനി നമ്മുടെ നാട്ടിലുള്ള ഖുറാഫി പള്ളിയിൽ ഒരു സഖാഫി അല്ലെങ്കിൽ മദനി അല്ലെങ്കിൽ ഹുദവികൾക്കെല്ലാം കുറച്ച് ബോധമുണ്ടോ വെച്ചാൽ തീരെ ബോധമില്ല. ഒരു 10 ആൾക്കാരെ കൂട്ടിയിട്ട് ഖുതുബിയ്യത്ത് കഴിക്കാൻ. എന്നിട്ട് എന്ത് പറയുന്നു? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി. ഈ 10 ആളും വിളിക്കുന്നുണ്ട് അല്ലേ? ഈ 10 ആളുകളുടെയും വിളി മൊയ്‌ദി ശൈഖ് കേൾക്കോ ഇല്ലയോ?
ഇപ്പൊ നിങ്ങൾ ഈ 10 ആൾക്കാർ എന്നോട് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറയും ഒറ്റക്കൊറ്റക്ക് പറ. കാരണം എന്റെ മനുഷ്യന്റെ ആണ്, പരിധിയുണ്ട്. കാസർഗോഡ് നിന്ന് മൊയ്തീൻ ഷേഖിനെ 10 പേരെങ്കിലും ഒരുമിച്ച് വിളിച്ചാൽ മൊഹീദ്ദീൻ ഷേഖ് കേൾക്കൂല, സംഭവം മരിച്ചുപോയി. എന്നാലും ഉദാഹരണത്തിന് പറയാം, കേൾക്കുമെങ്കിൽ അള്ളാന്റെയും മൊയ്തീൻ ഷേഖിന്റെയും സമഅകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെല്ലാ ഖുറൈശികളും പറഞ്ഞു. റസൂലുള്ളാഹി ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു, നീ എന്തെന്ന് മുഹമ്മദെ ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മ അങ്ങനെ ഇലാഹായിട്ടല്ല, അള്ളാഹ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ലാത്തക്കും ഉസ്സക്കൊക്കെ, അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, നബിയെ നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവരെന്താ പറയാന്നറിയോ? ഹഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്, ഇലാഹൊന്നുമല്ല, നമ്മളെ ഷഫീഉ മാത്രമാണ്. അപ്പൊ ഒന്നുകിൽ ഇത് സമ്മതിക്കണം, അല്ലെങ്കിൽ എന്ത് പറയണം? നമ്മൾ അബൂജഹലിന്റെ ടീമാന്ന് സമ്മതിച്ചിട്ട് ഇപ്പൊ പറയും പോലെ പഴയ സുന്നി സെന്ററിന്റെ ആൾക്കാരാണ് നമ്മള്. രണ്ടിലൊന്നും പറയേണ്ടി വരും, ഇസ്ലാമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രാത്രിയിൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഞാൻ റസൂലുള്ളാഹിയെ നോക്കുമ്പോൾ കാണുന്നില്ല, ടെൻഷനായി ഓടിച്ചെന്നു. കൂടാരത്തിൽ നോക്കുമ്പോൾ സുജൂദിലാണ്. പറയുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ശത്രുക്കൾക്കെതിരെ സഹായം ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പഠിപ്പിച്ച ആ രണ്ട് വാക്ക് മതി മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക്. മൊയ്തീൻ ഷേഖിനെ വിളിച്ചിട്ട് ആ സഹായം ചോദിച്ചതിന്റെ മാനദണ്ഡം എന്താണ്? മൊയ്തീൻ ഷേഖ് കേൾക്കും, സഹായിക്കും എന്ന വിശ്വാസത്തോടെയാണെങ്കിൽ കുഫറാണ്, ഷിർക്കാണ്, അത് വിശ്വസിച്ചവൻ ഇസ്ലാമിന്റെ പുറത്താണ്. അതുകൊണ്ട് ആ പാട്ട് നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഇമാമിന്റെ ബാക്കിൽ പോയി നിസ്കരിച്ച നിസ്കാരം ബാത്തിലാണ്. അതിനാർക്കാ സംശയമുള്ളത്? ഇനി നമ്മൾ ആ ഇമാമിനെ വിളിച്ച് ചോദിച്ചു, ചങ്ങായി നമ്മൾ ഇദ്ഹാർ ചോദിച്ചിട്ടേ വെള്ളാപ്പല പള്ളിയിൽ നിന്ന് പോയി നമ്മളതിനെ നിങ്ങൾ മൊയ്തീൻ ഷേഖിനെ വിളിക്കുമോ? അങ്ങനെ നമ്മൾ ഉസ്താദ്മാരൊക്കെ പഠിപ്പിച്ചത്. പോകുമ്പോൾ നമ്മൾ നിങ്ങളെ ബാക്കിൽ നിസ്കരിക്കില്ല. ചോദിക്കാണ്ടെങ്കിൽ പ്രശ്നമാക്കണ്ട. നമ്മൾ ഈ പറഞ്ഞ ഈ പാട്ട് പാടിയ മൗലാനെ വിളിച്ചിട്ട് ചോദിക്കുക, മൊയ്തീൻ ഷേഖിനെ വിളിച്ച കേൾക്കുമോ? ആ കേൾക്കും. നിങ്ങൾക്ക് ശത്രുക്കൾ കയറി നിങ്ങളെ സഹായിക്കോ? ആ സഹായിക്കും. അപ്പോൾ എന്നോട് പറയാ, ഈ വിശ്വാസം കുഫറാണ്, ഷിർക്കാണ്. അതുപോലെ ഞാൻ പോട്ടെ, എന്തില്ല പോകുമ്പോൾ എന്ത് പറയില്ല? സലാം പറയില്ല. കാരണം അവിടെ സലാം പറയാൻ പാടില്ല. എന്ത് ചെയ്യാം? നമുക്ക് അള്ളാഹുവേ ഈ പാവത്തിന് ഹിദായത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. കാരണം വിശ്വാസം ഇസ്ലാമിനെതിരാണ്. സഹായിക്കേണ്ടവൻ അള്ളാഹുവാണ്. മൊയ്തീൻ ഷേഖിന് സാധിക്കില്ല, കാരണം 700 കൊല്ലം മുമ്പ് മരിച്ചുപോയി. ഇനി ബസിർ ഫുആദി സിറാതൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു. എന്താ അർത്ഥം? ഹൈദർ ഷാ കണ്ടോ? ഹൈദർ ഷാക്ക് തങ്ങൾക്ക് തന്നെ അറിയില്ല, പിന്നെ സാധാരണക്കാരനെ അറിയാൻ പറ്റുമോ അതിന്റെ അർത്ഥം? കണ്ടോ? ഇതിങ്ങനെ പാടുന്ന ആൾക്കാര്. ഇനി ഇത് ഓതിയ മൗലാനൂട്ടിക്കതിന്റെ അർത്ഥം അറിയോ? ഇല്ല. ഓണിത് കേട്ട് തത്തമ്മ പൂച്ച പൊളിച്ചിട്ട് വന്നതാണ്. ഓണിന്റെ അർത്ഥം അറിയില്ല, അത് ചിന്തിച്ചിട്ടേ ഇല്ല. ഇതിങ്ങനെ ഉപ്പ പണ്ട് പറയുന്നുണ്ടല്ലോ, ഒരു സ്റ്റൈലിൽ ഇങ്ങനെ നിൽക്കുന്നു, ഇരിക്കുന്നു, ആടുന്നു, പാടുന്നു, ഇങ്ങനെ ഒരു രസം. ഇടയ്ക്ക് കൽക്കണ്ടി അടിക്കുന്നു, ഇടയ്ക്ക് ഉള്ളി അടിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബിരിയാണിന്റെ മണം ഇങ്ങനെ വരുന്നു, അപ്പൊ കുറച്ച് ഉഷാറാവുന്നു. ഇതേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ ഈ പാട്ട് എഴുതിയ സദഖത്തുള്ള എഴുതിയതല്ല, അയാൾക്ക് വിശ്വാസമുണ്ട്. ആവശ്യ പൂർത്തീകരണത്തിന് മുസ്ലിമീങ്ങൾ ചൊല്ലേണ്ടതാണ് എന്ന വിശ്വാസത്തിനാണ് അച്ചങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇത് പ്രചരിപ്പിക്കുന്ന ഉസ്താദ് ഹസനിയെ പോലുള്ള, പേരോട് സഖാഫിയെ പോലുള്ള ടീംസിലും ഇതിൽ വിശ്വാസമുണ്ട്. ഇത് ശരീരാ പറയുന്നത്. പേരോടിന് ചെറിയൊരു വിശ്വാസക്കുറവ് വന്നിട്ടുണ്ട്. തവസ്സുലേ ഉള്ളൂ, ഇസ്തിഹാസ ഇല്ല എന്നാ പറഞ്ഞ്. പക്ഷെ ശിഷ്യൻ ചെവിക്ക് പിടിച്ചിട്ട് പഠിപ്പിച്ചു, ഉസ്താദേ ശരിയല്ല, ഇസ്തിഹാസ ഉണ്ട്, നമ്മൾ നേർക്ക് നേരെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം മറുപടി വേണ്ടത്. പേരോട് സഖാഫി ആർക്ക് പറയണം? ശിഷ്യനെ ഒന്നുകൂടി പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാടാ തവസ്സുൽ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് പറയണം, ഇതൊന്നും ശരിയല്ല, ഇതെല്ലാം നമുക്ക് നിർത്താവാ, നമുക്ക് മുജാഹിദാവാം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തണം. എന്താ അർത്ഥം? ബസ്സിർ ഫുആദി, എന്റെ ഹൃദയത്തിന് അങ്ങ് വഴി കാണിക്കണമേ, കാണിച്ചു തരണമേ. സിറാത്തൻ, സിറാത്തുൽ മുസ്തഖീം, അൻത സാലികുഹു, നിങ്ങൾ ആ വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, നിങ്ങൾ ഹിദായത്തിലാണ്. ആ ഹിദായത്ത് എനിക്കൊന്ന്, എന്റെ ഹൃദയത്തിന് നിങ്ങളൊന്ന് കാണിച്ചതാ. ഫല്ലാഹു അഅതാകഹു, അത് അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വഅൻത മാലികുഹു, ഇപ്പം സിറാത്തുൽ മുസ്തഖീമിന്റെ അധികാരം നിങ്ങൾക്കുള്ളതാണ്. ഇവൻ എന്താക്കണം? ഇവനെ തങ്ങൾ എന്ന് പറഞ്ഞ് പൂമാലയിട്ട് സ്വീകരിക്കേണ്ടത് വിശ്വസിക്കുന്നവന്, ഇവനെ ഖാദിയാക്കേണ്ടത് നാട്ടിലെ ജമാഅത്തിന്റെ എന്ത് ഖാദി എന്നാ പറയാ? എല്ലാം കൂടിയിട്ടുള്ള ഖാദിയല്ലേ? സംയുക്ത ഖാദിയാക്കേണ്ട ഈ ടീമിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുത്ത് അല്ലാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത,
അത് അള്ളാന്റെ റസൂലിന് അധികാരം എന്തായാലും ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ മൊയ്തീൻ ഷെയ്ഖിന് തീരെയില്ല, ഇത് പച്ച കളവാണ്. കളവ് എന്നല്ല, ഇത് അള്ളാന്റെ മേൽ ആരോപണം കെട്ടിച്ചമക്കലാണ്. അള്ളാഹ് അങ്ങനെ കൊടുത്തിട്ടില്ല. അള്ളാഹ് അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പേരിൽ കളവ് പറയാം. അള്ളാന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്നതിനേക്കാളും വലിയ അക്രമി ആരുണ്ട് എങ്കിൽ സദഖത്തുള്ളയാണ് ഏറ്റവും വലിയ അക്രമി ദുനിയാവിലെ. ഈ തമിഴ്നാട്ടുകാരൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ അണ്ണാച്ചിയാണ് ഏറ്റവും വലിയ അക്രമി. കാരണം അള്ളാന്റെ പേരിൽ കളവ് പറഞ്ഞിരിക്കുന്നു. ഉദ്ദേശിക്കുന്ന അള്ളാഹു സ്വലാത്ത് മുസ്തഖീമിന്റെ അധികാരം കൊടുത്തിട്ടൊന്നുമില്ല. അള്ളാഹുന്റെ റസൂലിന് കൊടുത്തിരുന്നുവെങ്കിൽ ബിലാലിനേക്കാൾ ആദ്യം ആര് മുസ്ലിമാവും? അബൂജഹൽ മുസ്ലിം, അബൂ താലിബ് മുസ്ലിമായിട്ടുണ്ടാവും. കാരണം അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? അബൂ താലിബ് പറഞ്ഞല്ലോ, മോനെ ആൾക്കാർ കളിയാക്കും പരിഹസിക്കും, വേണ്ട, ചെവി പറഞ്ഞോളി. ആ ഒറ്റ വാക്ക് കൊണ്ട് ഞാൻ മൂത്താപ്പ അള്ളാന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കും സ്വർഗം വാങ്ങിച്ചേരാൻ. അപ്പോഴാ വന്നത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ കൊണ്ടൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കൂല. അത് എൻ്റെ പണിയാണ്, ഞാൻ കൊടുത്തോളാം. അതെൻ്റെ പണിയാണ്. ആ പണി അള്ളാഹു എടുത്തതാണ്. ബിലാലിനെ കൊണ്ടുവന്ന ആദ്യം, ഹബ്ബാബ് ആദ്യം വന്ന്, അമ്മാർ ഇബ്നു യാസറ വന്നത്. അങ്ങനത്തെ കുറെ അടിമകളും കുറെ ഒന്നുമില്ലാത്ത ആൾക്കാരും വലിയ വലിയ ബുദ്ധിജീവികൾ ബദറിൽ പോയിട്ട് ചത്ത് മനഞ്ഞു. 70ഓളം ആളാ ചത്തത് ബദറിൽ. വലിയ ബുദ്ധിജീവികൾ, നേതാക്കന്മാരും. ഹിദായത്ത് അള്ളാഹുന്റെ റസൂലിന്റെ കൈമലാണെങ്കിൽ റസൂലുള്ളാഹി ദുആൻ എന്താ? അള്ളാഹുവേ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ. ഒന്ന് ഉമർ ബിൻ ഖത്താബ്, മറ്റേത് അംർ ബിൻ ഹിഷാം, അബൂജഹൽ. അപ്പൊ പിന്നെ കൊടുത്താ പോരെ? പക്ഷെ ഇല്ല. ആ ജൂത പയ്യന്റെ വീട്ടിൽ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ അസ്ലിം തസ്ലം, മോനെ മുസ്ലിം ആയിക്കോളൂ, രക്ഷപ്പെടാം. ഓൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ പറഞ്ഞു, അബുൽ ഖാസിം, മുഹമ്മദായി പറയുന്നു, കളവ് പറയില്ല, നീ അംഗീകരിച്ചോളി. ഓൻ കലിമ പറഞ്ഞു. പുറത്തു വന്നിട്ട് ദുആ ചെയ്തു. എന്തായിരുന്നു ദുആ? ഞാൻ കൊടുത്തുന്ന അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്നും അവനെ സംരക്ഷിച്ച അള്ളാഹുവേ നിനക്ക് സ്തുതി. കാരണം ഹിദായത്തിന്റെ അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളതാണ്. അതാണ് മൊയ്തീൻ ഷെയ്ഖിന് ഈ അണ്ണാച്ചി കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ മൗലാരി വായിക്കുന്നത്. ഖുർആനെതിര് അള്ളാഹിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയൽ മാത്രമല്ല, മരിച്ചുപോയ ഷെയ്ഖിനോട് സ്വലാത്തുൽ മുസ്തഖീം ഹിദായത്തിലാക്കാൻ വേണ്ടി ചോദിക്കലും പക്കാ കുഫറും ശിർക്കും. പിന്നെ ഇവൻ കാഫിറാണെന്നും മുശ്രിക്കാണെന്നും പറഞ്ഞാൽ എന്താ തെറ്റ്? ഇത് അള്ളാഹ്ക്ക് മാത്രമുള്ളതല്ലേ. കുഫർ പറഞ്ഞവന്റെ പേര് കാഫിർ എന്നല്ലേ, ശിർക്ക് ചെയ്തവന്റെ പേര് മുശ്രിക്ക് എന്നല്ലേ. വ്യക്തികളെ പേരെടുത്തിട്ട് കാഫിർ മുശ്രിക്കാക്കുന്നതല്ലേ പ്രശ്നം. അങ്ങനെ ആക്കുന്നില്ല. ഇത് ചെയ്തവൻ ഹുക്മൻ കാഫിർ മുശ്രിക്കുവാണ്. അതിൽ തെറ്റുണ്ടാ? അടുത്തത് എന്താ പറഞ്ഞ? ചതുർ തെളിവാ. നേരത്തെ എന്താ പറഞ്ഞ? ചതുർ പ്രമാണം. അതിനെതിരായിട്ട് എന്താ ഉള്ളതെന്ന് കേട്ടോളി. വനജ്ജിനി മിൻ ലദാഫിഹാ മഹാലികുഹു, വനജ്ജിനി, നീ എന്നെ രക്ഷപ്പെടുത്തണമേ. മിൻ ലദാ, എന്താ ലദാ? നസാഅത്തൻ ലിശ്ശവാ തദ്ഉ മൻ അദ്വറ വതവല്ല, തലയോട്ട് വരെ കത്തിച്ചു കളയുന്ന നരകം. അതാണ് ലദാ. അതിൽ നിന്നെ നീ സംരക്ഷിക്കണമേ. ഫീഹ മഹാലികുഹു, ആ നരകത്തിൽ വലിയ വലിയ അപകടങ്ങൾ അടിയിരിപ്പുണ്ട്. അങ്ങനത്തെ നിലയിൽ നിന്നും നീ രക്ഷപ്പെടുത്തണമേ. സുൽത്താന കുല്ലി വലിയിൻ മുഹയ്യത്തീനി, മൊയ്തീൻ ഷെയ്ഖിനോട് ഖുർആൻ പറഞ്ഞെന്താ? വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. ഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ അടിമകൾ പറയും, അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷ എന്നെ തൊട്ട് നീ മാറ്റിക്കളയണമേ. അത് കൈപ്പുള്ളതാണ്, മോശമായ സ്ഥലമാണ്, എനിക്ക് താങ്ങാൻ പറ്റൂല എന്ന് എൻ്റെ അടിമ എന്നോട് പറയും. നരകത്തെ സൃഷ്ടിച്ച എന്നോട് എന്ന് അള്ളാഹ് പറയുമ്പോൾ മണ്ണാച്ചി എഴുതുന്നു, മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ മതി എന്ന്. ഇതന്നെ എതിര്. അതുകൊണ്ട് ഇതൊക്കെ തുടക്കത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം. അങ്ങോട്ട് പോയാൽ പിന്നെ ഇസ്ലാമിനെ കളിയാക്കുന്ന, പിന്നെ പരിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്ന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊച്ചാക്കുന്ന, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന പലതും കുതുബിയ്യത്തിന്റെ വരികളിൽ കാണാൻ കഴിയും. എന്നിട്ട് ചങ്ങായി പറയാണ്, എല്ലാ ബൈത്തും വിമർശന വിധേയമാക്കാറില്ലല്ലോ. അപ്പോൾ കുതുബിയ്യത്തിലെ ചില വരികൾ മാത്രം വിമർശന വിധേയമാക്കുമ്പോൾ ആ ബൈത്തിൽ എന്ത് പ്രമാണവിരുദ്ധമാണെന്ന് സത്യസന്ധമായി പറയാൻ ഇവർക്ക് കഴിയില്ല. അതാ ഈ പറഞ്ഞ. ഇപ്പൊ എല്ലാ ബൈത്തും വിമർശന വിധേയമാക്കൂല. നമ്മളെന്താ പൊട്ടന്മാരാ?
ഉള്ള ബൈത്ത് മൊത്തം ശിർക്കെന്നും കുഫറെന്നും പറയാൻ? കുഫറും ശിർക്കും ഉള്ള ബൈത്ത്. ഇപ്പം മുങ്കൂസ് മൗലിദിന്റെ വരികൾ ഇത് അയാ സനമൽ ഈദില്ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുറബി. ജവാബ് വേണ്ടേ? പിന്നല്ലേ അത് تنكست مقلوبا فماذاك قل لنا فمن حزننا قدرت العير بالسحب وإن كنت من ذنب نتينا فإننا نبوء بإقرار ونلوي عن الذنب. ഇതും ബൈത്താണ്. നമ്മൾ ഇതിനെ ഈ ബൈത്തുകളെ വിമർശിക്കുന്നത് ഇത് പിരാന്ത് എന്ന് പറഞ്ഞിട്ടാണ്. ഈ പറഞ്ഞ ഈ 3 വരികളുണ്ടല്ലോ, ഇത് ചൊല്ലിയിട്ട് ഖുർആൻ ഒരു സഖാഫി കുട്ടിയാന്ന് തോന്നുന്നു യൂട്യൂബിൽ ഇപ്പം പ്രചരിക്കുന്നുണ്ട്. ചങ്ങായി പറയാൻ ലൈലത്തുൽ ഖദറിനേക്കാളും ഉഷാറായ ദിവസമാണ് ഏത്? റബീഉൽ അവ്വലിന്റെ അന്ന് ജിബ്രീലല്ലേ വരുന്നുള്ളൂ. ഇത് റസൂലുള്ളാഹി വന്ന ഇതല്ലേ, അന്ന് ജിബ്രീൽ വരും എന്നുള്ള മഹത്വം ഖുർആൻ അല്ലാഹു പറയുന്നത്. തിച്ചങ്ങായി പറയാം അന്ന് ജിബ്രീലല്ലേ വരുന്നുള്ളൂ, ഇത് റസൂലുള്ളാഹി വന്ന ദിവസമല്ലേ. ഇതികൾ എന്താ ഈ അവസ്ഥ? ഈ 3 വരി ഞാൻ ഇപ്പൊ ഒരു കാര്യം ഉദാഹരണത്തിന് ഈ വീഡിയോ പിന്നീട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാൻ. ഉദാഹരണത്തിന് ഞാനിങ്ങനെ മലയാളത്തിൽ പറയാണ്, പിന്നെ ബിംബമേ, നിന്റെ ചുറ്റുഭാഗത്തും ഇതാ കുറേ ആൾക്കാർ വന്ന് കൂടിയിരിക്കുന്നു നിന്നെ പൂജിക്കാൻ, നിന്നെ ആരാധിക്കാൻ. ആ സമയത്ത് നീയാണെങ്കിൽ തലയും കുത്തി വീണിട്ട് കിടക്കുന്നു. എന്തു പറ്റി? എഴുന്നേക്ക്, നമുക്ക് ആരാധിക്കണം, പൂജിക്കണം. നീ വീണ സങ്കടത്തിൽ നമുക്ക് വലിയ സങ്കടവും വിഷമമുണ്ട്. നീ എന്താ ഇങ്ങനെ വീണ് കിടക്കുന്നത്? നമ്മൾ ചെയ്ത പാപം കൊണ്ടാണോ? തെറ്റുപറ്റിപ്പോയതാണോ? നമ്മൾ തൗബ ചെയ്യുന്നു, മാപ്പാക്കിയിട്ട് എഴുന്നേറ്റ് വാ എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മീയത വന്നോ? അതിൽ എന്തെങ്കിലും ഒരു കൂലി കിട്ടുന്നതായിട്ട് തോന്നിയോ? ഇയാളെന്തിപ്പോൾ ഇങ്ങനെ പറയുന്നത്? എന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ, അയാ സനമൽ ഈദില്ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുറബി. ആൾക്കാർ സ്വലാത്തുൻ വതസ്ലീമു വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. ഞാൻ നേരത്തെ മലയാളത്തിൽ പറഞ്ഞപ്പോൾ വെറൊരു കഥ, ഇത് അറബി പാടിയപ്പം ഖുർആനേക്കാളും വലുത്. ഇതാണ് മൂലാന്മാരെ തട്ടിപ്പ്. മലയാളത്തിൽ കഥ വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക സംഭവം. പക്ഷെ അറബി പാട്ടിലൊക്കെ ആകുമ്പോൾ എന്താവും? ഒരു ആത്മീയത ഇനി വരും. പിന്നെയോ നേരത്തെ ബിംബമേ, നീ എന്താ ഇങ്ങനെ വീണ് കിടക്കുന്നു? തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക ഖുൽ ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹുബി. പാടുമ്പോൾ പെണ്ണുങ്ങളൊക്കെ സാരി തുമ്പൽ നമ്മൾ തലയിലിട്ടിട്ട്, ഏത് ആണുങ്ങളൊക്കെ കണ്ണെല്ലാം മോലോട്ടാക്കി തൊപ്പയിലിട്ടിട്ട് യാ അല്ലാഹ് സ്വലാത്തുൻ വതസ്ലീം ആ ടെൻഷനിൽ ഭയങ്കര. ഇത് ഈ കഥ പറഞ്ഞതാണ്. ഖുസൈ ഗോത്രത്തിലെ അമ്പലത്തിൽ അന്ന് നടന്ന കഥ പറഞ്ഞു മാത്രം. പിരാന്തി നമ്മൾ പറയുക. എല്ലാ ബൈത്തിലും കുഫറും ശിർക്കുമില്ല. പക്ഷെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉണ്ട് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അവിടെയാണ് പ്രശ്നം. ആ ബൈത്തിൽ നമ്മൾ എന്ത് ചെയ്യും? വിമർശിക്കും. നേരത്തെ പറഞ്ഞ പൊട്ടത്തിൽ എന്നിട്ട് വിടാം, ഒരു കഥ പാട്ടാക്കി പാടിയെന്നേ ഉള്ളൂ. ഇതങ്ങനെയല്ല, വെറും ബൈത്തല്ല. ഇത് നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്ക് നേരെ മാപ്പാക്കി തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി. ഞാൻ ചെയ്തു പോയ ആ തെറ്റുകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഇതാ അവലാതി പറയുന്നു, മാപ്പാക്കി തരണമേ എന്ന അല്ലാഹുവിന്റെ റസൂലിനുള്ള ദുആ ശിർക്കാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേർക്ക് നേരെ വിളിക്കുന്നവൻ മുശ്രിക്കാണ്. അതുകൊണ്ട് എല്ലാ ബൈത്തിനെയും വിമർശിക്കാതെ കുഫറും ശിർക്കും മാത്രമുള്ള ബൈത്തിനെ വിമർശിക്കുന്നത്. ഖുതുബിയ്യത്തിനിടയിൽ 1000 വട്ടം വിളിക്കൽ തന്നെ വിളിക്കുന്നവർക്ക് ഉത്തരം നൽകുമെന്ന് ഗൗസുൽ ആലം പറഞ്ഞതനുസരിച്ചാണ്. വെറുതെ വിളിക്കുന്നതല്ല, ഗൗസുൽ ആലമിന്റെ പേരിൽ കളവ്, പച്ചക്കളവ്. ഷെയ്ഖ് ജീലാനിയോട് പറഞ്ഞ എന്നായും ആവശ്യം തൗഹീദിന് വേണ്ടി പടവെട്ടിയിട്ട് മരണപ്പെട്ട മനുഷ്യനാണ് ഷെയ്ഖ് ജീലാനി ബഗ്ദാദിൽ. താരീഖ് വായിച്ചു നോക്കിയേ. അദ്ദേഹം മോനോട് പറഞ്ഞത്, മോനെ കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ? നിന്റെ കൽബിൽ എത്ര ഇലാഹുകളാണ്? ചോദ്യം പോകുന്ന എങ്ങോട്ടാ അറിയോ? കാരന്തൂരേക്കും ചെളാരിയിലേക്കും കുരുവട്ടൂരേക്കും.
നീ എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? ഓന്റെ മനസ്സിൽ ഇപ്പോഴും ഇലാഹാര CM. പകരം പറഞ്ഞെന്താ അറിയോ? മരിക്കാൻ കിടക്കുന്നു CM അങ്ങനെ പറഞ്ഞെന്താ പറഞ്ഞ. എന്താ അവസ്ഥ? മരിക്കാൻ ലഖിനു മൗതാക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മരിക്കാൻ കിടക്കുന്ന ആളടുത്ത് പോയിട്ട് നിങ്ങൾ പറയണം ലാ ഇലാഹ ഇല്ല. വെറുതെ പറഞ്ഞാലും പോരാ, ഖുൽ. മരിക്കാൻ കിടക്കുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാന്ന് പറയണം. അതാ പറഞ്ഞത്. അപ്പോഴാ പകരം മൗലവി പറയണം. പകരം മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് സ്വപ്നജീവി എന്ന് പറയപ്പെടും. അതാണ് ആ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു CM ഭാഗ്യമാണ് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അങ്ങനെ കണ്ടോളി. CM മരിക്കുന്ന സമയത്ത് എന്ത് വിളിക്കണം? ഹായ് 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 ഹായ്. എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കിയ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ. പഠിച്ചോനായി റബ്ബന്നെയായി. ഒരര പോലും അനുകൂലന്നാ പറയുന്നത്. ഇവരൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 കോടി പറഞ്ഞിട്ടും ഒരു ഉപകാരവുമില്ല. അത് നമ്മളിപ്പോൾ പറയും പോലെ തന്നെ. ആരാ? കുമാരനും പിന്നെ നൗഷാദും വർഗീസും കുഞ്ഞിക്കോയയും മുല്ലക്കോയയും ഒക്കെ പറയുന്ന സമം. കാരണം ഖൽബിൽ ഇഷ്ടംപോലെ ഇലാഹുകളുണ്ട്, പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കാര്യമില്ല. ശരി, അപ്പം കുതുബിയത്തിൽ 1000 പ്രാവശ്യം എന്നെ വിളിക്കണമെന്ന് ഗൗസുൽ ഓദം പറഞ്ഞിട്ടുണ്ട് എന്നാണ് നീ പറയുന്നത്. ഏതാണത്? ومن ينادي اسمي ألفا بخلوته عزما بهمته صرما لعفوته أجبته مسرعا من أجل دعوته فليدع يا عبد القادر محي الدين. പച്ച ശിർക്ക്. അദ്ദേഹത്തിൻ്റെ മേലുള്ള കളവ് 1. 2 പച്ച ശിർക്ക്. അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ 1000 പ്രാവശ്യം ഒറ്റക്കിരുന്ന് ആരെങ്കിലും രാത്രിയിൽ ഞാൻ ഉത്തരം കൊടുക്കുമെന്ന വിശ്വാസത്തോടെ വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ, ഞാൻ പെട്ടെന്ന് അവൻ ഉത്തരം കൊടുക്കും. മിൻ അജ്ലി ദഅവതിഹി, അവന്റെ ദുആ കാരണത്താൽ. ഫല്യദ്ഉ, അവൻ വിളിച്ചോണി യാ ഷെയ്ഖ് മുഹീദ്ദീൻ. അതുകൊണ്ട് നമ്മളൊരു മൂലാരെ കണ്ടില്ലേ വീഡിയോയില്? ഒരു തസ്ബീഹ് മാലന്റെ വളയും ഒരു ജാതി ഒരു കോലം കെട്ടലും ഒരു അത് ജിഫ്രിക്കുണ്ട്. ജിഫ്രി മീൻസ് ജിഫ്രി മുത്തുക്കോയ. മുത്തുവ മുല്ലയാ, നീ അങ്ങോട്ടും കൂടെ മാറിപ്പോവും. കുഞ്ഞി മുത്തു മുല്ല എല്ലാം മാറിപ്പോവും. മുത്തുക്കോയ അയാൾക്കുണ്ട് വള. ഏതിൻ്റെ? തസ്ബീഹ് മാലന്റെ. അതെന്തിനാ? അത് പിന്നെ ഒരു വടിയും. ഹക്കീം ചാക്കുണ്ട് വടി. ഹക്കീം ചാ മനസ്സിലായ? ഹക്കീം ചാ അല്ല, അവരൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മളെങ്ങനെ ആദരിച്ച് ബഹുമാനിച്ചിട്ട് മഹാനുഭാവം തന്നെ പറയാം. ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ ഹക്കീം ഷാ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റിയിലെ പള്ളി നമ്മൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് നേടിയതാണ്. പോയില്ലോ, അവന്റെ കാര്യം ഓൻ ഔട്ടായില്ലേ? ബദരീങ്ങളോട് പ്രാർത്ഥിച്ചിട്ട്, തവസ്സുലാക്കിയെന്നല്ല, പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടിയതാണ് ഇത്ര 313 നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ. പിന്നെ ഓനെ ഹക്കീം ഷാ തന്നെ പറഞ്ഞാൽ വിളിക്കണ്ട്. അല്ലെങ്കിൽ കാക്ക, മലപ്പുറക്കാരനല്ലേ ഹക്കീം കാക്ക. ഏത് കാക്കു? ഹക്കീം കാക്കു. 33 വടി. ഈ വടിന്റെ കുട്ടൻസ് എന്താന്ന് തിരിയുന്നില്ല. വീടൊക്കെ മദീനത്ത് ഹജ്ജിന് പോയ സമയത്ത് പിന്നെ ഹജ്ജിന്റെ ചെയർമാൻ ഇല്ലേ ഇപ്പോഴത്തെ? ആരാ? അല്ലപ്പാ, ഹജ്ജിന്റെ എന്തേലും പറയാ, ഏപ്പിന്റെ കാന്തപുരത്തിന്റെ ഒക്കെ ആരോ ആണ് അയാള്. ഒരു സഖാഫി പൈസയാണ് അയാളെയുമുണ്ടാ വടി. ഈ വടി ഇവര് വിചാരിക്കുന്ന വെച്ചാൽ ഭയങ്കര എന്തോ പുണ്യകർമ്മമോ. അതല്ല സംഭവം. അതാണ് സൗദിയിലെ ബതുക്കെടുത്ത് നടക്കുന്ന സാധനം ഇപ്പൊ ഇവിടുത്തെ തങ്ങന്മാരെടുത്തിട്ട് നടക്കുകയാണ്. ബതുക്കൾ എന്തിനാ? ആട്ടിനെ മേയ്ക്കാനും ഒട്ടകത്തിന് അടിക്കാനും ഒട്ടകത്തിന് പുല്ല് ചൊല്ലി കൊടുക്കാനൊക്കെ എടുത്തത് ഇവര് ഭയങ്കര സംഭവമായിട്ട് എന്തോ ഇതുപോലെയാണ് അതുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിലുള്ളതെന്ന് വെച്ചാൽ ആ തസ്ബീഹ് മാലന്റെ വളയും ആ വടിയും മടവൂരേ ഷെയ്ഖോരേ എന്നും പറഞ്ഞിട്ട് ഉസ്താദ് കുറെ പാവപ്പെട്ട തല്ലിമുള്ളതിന്റെ ബേക്കുന്ന് മടവൂരേ ഷെയ്ഖോരേ. ഇതേത് ഇസ്ലാം? എന്ത് ഇസ്ലാം? അത് തങ്ങൾ തന്നെ. എനക്കും തങ്ങളായി കൊള്ളാന്നുണ്ട്. കന്തൂറയും മോതിരം എന്തായാലും ഉണ്ട്. മോതിരം 2 കൂടി ഉണ്ട് തന്നെ. ചോപ്പും ഉണ്ട്, ഒരു മഞ്ഞയും ഉണ്ട്. അതും ഇടുക, ഒരു ഷാളും ഇടുക, ഒരു തലയിക്കെട്ടും കെട്ടുക. വെറുതെ കിട്ടുന്ന ചുംബനങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനാ കയ്യിൽ മഹാന്മാരുടെ അല്ലേ? എന്തോ ഒരു മുസ്ലിം ഇസ്ലാമിനെ പറ്റി എന്താണ് ധാരണ, മുസ്ലിം ആരാണ്, ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇവരെന്താ ഇതിനെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു, ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തെല്ലോ കാട്ടിക്കൂട്ടുകയാണ്.
എല്ലാം ഇസ്ലാം, എല്ലാം മുഹമ്മദ് മുസ്തഫാന്റെ ആൾക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒറ്റക്ക് വിളിച്ചാൽ വിളി കാരണം ഞാൻ എന്ത് ചെയ്യും? ഉത്തരം കൊടുക്കും. ഫല്യദുഉ അബ്ദുൽ ഖാദിർ മുഹയ്യിദ്ദീനി, വിളിച്ചോളി യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സാധനത്തെ വിമർശിക്കുന്നതും ഇത് ശരിയല്ല എന്ന് പറയുന്നതും. അപ്പോഴാണ് ഈ സഖാഫി കൂട്ടം പറയുന്നത് എന്താ അറിയോ? പിന്നെ കുത്തുബിയത്തിനിടയിൽ 1000 വട്ടം വിളിക്കൽ തന്നെ വിളിക്കുന്നവർക്ക് ഉത്തരം നൽകും എന്ന് ഗൗസുല്ലാഹ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഇസ്തിഗാസയാണ്, അനുസരിച്ചുകൊണ്ടുള്ള ഇസ്തിഗാസയാണ്. ഇസ്തിഗാസ തവസ്സുലിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണെന്ന് ഇമാം ഇബ്നു ഹജർ ഹാഷിയത്തുൽ ഈദാഹിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇസ്തിഗാസ തവസ്സുലിന്റെ അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ, നേർക്ക് നേരെ വിളിക്കുന്നു എന്നല്ലാന്ന് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറഞ്ഞു വെക്കുക, എന്ത് പറയില്ല, അദ്ദേഹം ഒന്നും പറയൂല, ഇങ്ങനെ പറഞ്ഞു നോക്കുക, ആ മൊയ്തീൻ ശൈഖിനെ വിളിക്കാം, നമ്മൾ എന്ത് ചെയ്യും? പിന്നെ എനിക്ക് സംശയം എന്താ? ഇബ്നു ഹജറിന് തെറ്റുപറ്റിയിരിക്കുന്നു നമ്മൾ പറയും. അതാ സലഫികളുടെ പ്രത്യേകത, അതാണ് വ്യതിരക്തത. ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും തമ്മിൽ, പ്രമാണമുള്ളവനും പ്രമാണമില്ലാത്തവരും തമ്മിൽ, കാര്യം മനസ്സിലാക്കിയവനും മനസ്സിലാവാത്ത സഫീഹും തമ്മിലുള്ള വ്യത്യാസം അതാ. കാരണം ദീൻ എന്താ അറിയോ? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ് വഫഹ്മുസ് സഹാബ, ഖലാസ്. അതിനെതിരാര് പറഞ്ഞാലും ഏത് കൊമ്പം പറഞ്ഞാലും തൽക്കാലം നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കും. അവർക്ക് തെറ്റുപറ്റിയതാവാം, മുജ്തഹിദീങ്ങളാണ്, അവർക്ക് ശരി പറഞ്ഞാൽ 2 കൂലിയുണ്ട്, തെറ്റിപ്പോയാൽ 1 കൂലിയുണ്ട് ഇജ്തിഹാദിന്റെ. അതുകൊണ്ട് അവർ കുറ്റപ്പെടുത്തൂല്ല. നമ്മൾ തൽക്കാലം തെറ്റിപ്പോയതാണ്, നമ്മൾ വിശ്വസിക്കാൻ തയ്യാറില്ല, അവർ നമ്മൾ മാറ്റി വെക്കും. കാരണം വ്യക്തിപൂജ ഇസ്ലാമിലില്ല. ഇനി കേട്ടോളിയേ, എത്ര വലിയ ധിക്കാരവും അഹങ്കാരികളുമാണ്. ബൈത്തിൽ പറയുന്നത് പ്രകാരം വിളിച്ചിട്ട് യാതൊരു മറുപടിയും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇത് വിളിയോട് വിളി, രാത്രി ലൈറ്റ് ഓഫ് ആക്കി നിന്നിട്ട് ആടുന്ന്, തൂങ്ങുന്ന്, പറയുന്നു, പാടുന്ന്. അതിൻ്റെ അടുക്ക് കൽക്കണ്ടി കുറെ ചിലവാന്ന്, വീട്ടുകാരൻ കൽക്കണ്ടി കുറെ തിന്നല്ല, ഇത് വരുന്നില്ല, ഉത്തരവും കിട്ടുന്നില്ല, എന്താ ഈ സംഗതി, ആകെ ടെൻഷൻ, ആകെ പ്രശ്നം. അങ്ങനെ പല ആൾക്കാരും. കാരണം ഏതെങ്കിലും മുതലാളി പറഞ്ഞിട്ടുണ്ടാവും, എല്ലാം ഇന്നലെ രാത്രി മൊത്തം വിളിച്ചിട്ട് ആള് വന്നിട്ടല്ലോ. പണ്ട് ചില മൂലന്മാരുണ്ടാവും കുരുട്ട് ബുദ്ധിക്കാർ, അവർ ഇരുട്ടത്ത് എന്ത് ചെയ്യും? മൈദപ്പൊടി വിതറും, മൈദപ്പൊടി. എൻ്റെ എല്ലാവരും ഇങ്ങനെ ആടി 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 ഒരു ശൈത്താനിയത്ത് വരാനുണ്ട്. യൂട്യൂബ് കാണുങ്ങൾക്ക് ആടി തുള്ളി ആടിയിട്ട് മാറുമ്പോൾ ഒരാൾക്ക് പതുക്കെ പോയിട്ട് അവിടെ നിന്നിട്ട് വരും, മൈദപ്പൊടി നിന്നിട്ട് വരും. അങ്ങനെ ലൈറ്റ് ഓണാക്കുമ്പോൾ ഉണ്ടാവും 2 കാലിൻ്റെ അടയാളം. ആ ഷേഖ് വന്നിട്ട് പോയി. മറ്റോ ഇരുന്നിട്ട് വന്നതാ അഭിനേതാവ് മൊയ്താർക്ക് കത്തിച്ച പറ്റിക്കാൻ. ഇതേ പറ്റിക്കലാണ്. പിന്നെ ഇരിക്കാനാ വല്ല പണി? ചെല്ലവേ പറ്റിക്കലാണ്. പിന്നെ ബാക്കി ചെയ്താൽ പോരാ, അങ്ങോട്ട് ഒന്നുമില്ലാന്നേ. കാണുന്നതിന് പണ്ടേ കുത്തുബിയത്തിന് പോകുന്ന ആൾക്കാർ പറയാം, ലേറ്റ് കെടുത്താൻ കാത്തിക്കാൻ കൽക്കണ്ടി വാരി കീശയിലിട ദർശ പോകുമ്പോൾ തിന്നോണ്ട് പോവല്ല, വേറെ ഗുണമൊന്നും അതിലില്ല. ഇങ്ങനെ ഇസ്ലാമിനെന്തോ വിമർശകർക്ക് വിമർശിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന മന്ദബുദ്ധികൾ. വേറെന്താ പറയാ? മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരെ ഇസ്ലാമിനോട് ഒരുതരം വെറുപ്പുണ്ടാക്കാൻ ഇവർ കാണിച്ചു കൊടുക്കുന്ന ക്ലിപ്പുകൾ ഇതൊക്കെയാണ്. ഈറ്റിങ്ങളെ ചാട്ടം, തനയക്കെട്ടും കെട്ടിയിട്ട് ഇങ്ങനെ ചാടുക, ജുബയും തുണിയിട്ട്. ഇപ്പം കന്തൂറയൊക്കെ എല്ലാവരും. ഇപ്പം നമ്മളെയും കാണുമ്പോൾ ആൾക്കാർ കോഴിക്കോട് തന്നെ കാണുമ്പോൾ ചോദിക്കും, മർക്കസിൽ വന്നതാ? ഇത് കേൾക്കുമ്പോൾ തന്നെ അടിയിൽ ഇങ്ങനെ ഇറങ്ങി വരും, മർക്കസിൽ വന്നതാ. കാരണം എൻ്റെ പോരാ വെള്ളിമാട് വന്നു മർക്കസിലേക്കുള്ള വഴിയാണ് അവിടെ. ചിക്കൻ വാങ്ങാൻ പോയാലും പച്ചക്കറി വാങ്ങാൻ പോയാലും ആരെങ്കിലും കണ്ടാൽ മർക്കസിലേക്കാണ്. പിന്നെ ഇപ്പം ഞാൻ ജുബ്ബ ഇട്ടിട്ട് സാധനം വാങ്ങാൻ പോക്കില്ല, കന്തൂറ ഇട്ടിട്ട് ടീഷർട്ടും ഒരു തുണിയും വാങ്ങി വെച്ച് പുറത്തു പോകുമ്പോൾ. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ജാതി ഒരു വിഷമം വരുന്ന മനസ്സിന്. കാരണം അവരെ ടീം എന്ന് പറയുന്നതിനെ കൊണ്ട് വേറെ ഏത് ടീം പോയാലും ആ ടീമിലേക്കില്ല, ഷിർക്കിൻ്റെ ടീമിലേക്കില്ല. ഷിർക്കല്ല, എന്തതിന് പറയാ, മറ്റതൊക്കെ അസ്ലിയായ കുഫറാണ്, ജനിച്ചപ്പോഴേ അങ്ങനെ തന്നെ. പക്ഷെ ഇത് ധിക്കാരികളാണ്, വഴികെട്ടവരാണ്. എല്ലാം അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാനായി മാത്രം കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ടീമാണ്. അവരെ കൂടെന്ന് പോലും പറയാൻ പറ്റില്ല. പിന്നെ ഈ സെൽഫികൾക്ക് കൊണ്ട കാറ്റ് കൊള്ളുന്നത് നിങ്ങൾക്ക് നല്ലതാ. മറ്റേ തങ്ങൾ പറഞ്ഞ പോലെ മംഗലാപുരത്തെ സെൽഫി കയറിയ ബസ്സിൽ കയറാൻ പാടില്ല, കയറിയാൽ തന്നെ ഓൻ്റെ മുമ്പിൽ നിൽക്കണം, ബേക്കിൽ നിന്നൂടാൻ. കാരണം സെൽഫി മുമ്പിലാണെങ്കിൽ കാറ്റടിക്കുമല്ലോ. അപ്പോൾ ആ കാട്ടി സെൽഫിനെ കൊണ്ടിട്ട് ആ ബാക്കിലേക്ക് വരുന്നതെങ്കിൽ നീ സെൽഫി ആയി പോകും. ദേഷ്യ വെറുപ്പ് വന്നിട്ട് കളി ഇവൻ്റെ പരിപാടി നടക്കുന്നില്ല. സെൽഫികളെല്ലാം വിളിച്ചിട്ട് കൊണ്ടുവരല്ലേ, തങ്ങന്മാർ കാണിക്കുന്ന സർവ്വതോന്നിവാസവും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ.
അപ്പൊ എങ്ങനെങ്കിലും ജനങ്ങളെ കൊണ്ടൊന്ന് വെറുപ്പിക്കാനുള്ള പണിയായത്. ചപ്പക്കുറ്റിക്കൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു സെൽഫി. ഖുറാനിലോ ഹദീസിലോ ചോദിച്ചാൽ കൊടുത്തോളണം ചപ്പക്കുറ്റിക്ക്. ഇങ്ങനെ തങ്കം പ്രസംഗിച്ചു കൊടുക്കേണ്ട നാട്ടുകാർക്ക്. ഖൈർ. അപ്പൊ ഇത് കേട്ടോ, അങ്ങനെ ബൈത്തിൽ പറയുന്ന പ്രകാരം വിളിച്ചിട്ട് യാതൊരു മറുപടിയും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. മറുപടി ലഭിച്ച പല സംഭവങ്ങളും ഉണ്ട്. കുട്ടൂസനും മായാവിയും ഡിങ്കന്റെ കഥ കേട്ടിട്ടേ അതേപോലത്തെ പല സംഭവങ്ങളും ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്ര പറഞ്ഞിട്ടുണ്ട്, എത്ര കഥകളുണ്ട്. ഗർഭാശയത്തിലുള്ള പെൺകുട്ടിയെ ആൺകുട്ടിയാക്കിയ കഥ വരെയുണ്ട്. മൂത്തടത്തില്ലേ, മൂത്തടം ഷെയ്ഖ് മൂപ്പര് പറഞ്ഞ ICUവിൽ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് പോയി എന്നാണ് ആര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഈസി ആയിട്ട് പറഞ്ഞങ്ങ് തീർത്ത്. ഇതാരെ പറ്റിയാ പറയുന്നതെങ്കിൽ ചിന്തിക്കണ്ടേ. ആരും അറിയാണ്ട് വന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങ് പോയി. മൂപ്പരാ പറഞ്ഞു എടക്കരയിൽ വന്നിരുന്നു. നമ്മളെ ഈ പൂച്ചക്കുടായത് വലിയ നഷ്ടമായി പോയി. എടക്കരയിൽ റസൂൽ വന്നിട്ട് പോയിട്ടുണ്ട് പള്ളിയിൽ. മറുപടി ലഭിച്ച സംഭവങ്ങൾ ഉണ്ട്. ഇനി നോക്കണേ, ഇനി ചിലപ്പോൾ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ വിളി ബൈത്തിൽ പറഞ്ഞ ക്രമത്തിലാവാത്തത് കൊണ്ടും നിബന്ധനകൾ ഒത്തത് ആകാത്തത് കൊണ്ടുമാണ് എന്ന് പറഞ്ഞാൽ ഉത്തരം ലഭിക്കുമെന്ന ദൃഢവിശ്വാസത്തോടു കൂടിയും മറ്റും വിളിക്കണമെന്നാണ് ബൈത്തിൽ പറഞ്ഞത്. അത് തെറ്റിച്ചത് കൊണ്ടാണ് ഷെയ്ഖിന് ഇഷ്ടപ്പെട്ടിട്ട. എടാ നീ ഇങ്ങനെ കൽക്കണ്ടിക്ക് വേണ്ടി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഉത്തരം തരണമെങ്കിൽ എന്നെ ശരിക്കും നല്ല നീയത്തോടെ ഇഖ്ലാസോടെ വിളിച്ചെങ്കിൽ ഉത്തരം കിട്ടുള്ളൂ. അതായത് അള്ളാഹുവിനോടുള്ള ദുആഇന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഷർത്തുകൾ ആർക്ക് നേരെയാക്കി? മോദി ഷെയ്ഖിനോടുള്ള ദുആക്ക് ഇട്ടുകൊടുത്തു. അത് ശരിയാവാത്തത് കൊണ്ടാണ് വിളിച്ചിട്ട് ഉത്തരം കിട്ടാത്തത്. മരണമടഞ്ഞ മഹാത്മാക്കളോട് സഹായം അർത്ഥിക്കുന്നതിന്റെ മര്യാദയെ സംബന്ധിച്ച് ഇമാം ഖസാലി പറഞ്ഞത് ഇപ്രകാരമാണ്: അമ്പിയാക്കൾ, ഇമാമിയങ്ങൾ മുതലായവരുടെ പരിശുദ്ധാത്മാക്കളിൽ നിന്ന് ആവശ്യ നിർവഹണം സാധിക്കുന്നത് രണ്ട് മാർഗങ്ങൾ ഒത്തുകൂടുമ്പോഴാണ്. ആവശ്യക്കാരന്റെ ഭാഗത്ത് നിന്ന് സഹായമർത്ഥനയും മറുഭാഗത്ത് നിന്ന് സഹായിക്കലുമാണ് ആ മാർഗങ്ങൾ. അപ്പൊ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പം ആര്? മറ്റേ ഇതല്ല, ഏത് മാർപ്പാപ്പയും അവർ പരിശുദ്ധാത്മാക്കള്. അതല്ല, ഈ മൊയ്തീൻ ശൈഖിനെ പോലത്തെ ഔലിയാക്കള്. അവരെ സഹായിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, സഹായം അർത്ഥിക്കുന്ന ഇഖ്ലാസ് വേണം ചോദിക്കുന്നവന്, മറ്റാക്ക് തരാൻ തോന്നുക കൂടി വേണം. ഇത് രണ്ടും ഒലിക്കുമ്പോഴേ കാര്യം നിർവഹിക്കുള്ളൂ. ആവശ്യക്കാരന്റെ ഈ നിലപാട് ആ ശുപാർശകന്റെ ആത്മാവിനെ ഉണർത്തുവാൻ സഹായകമാവുന്നതും അപ്പോൾ ആ പരിശുദ്ധാത്മാവ് അവനെ സഹായിക്കുന്നതുമാണ്. അങ്ങനെ ആ ഇഖ്ലാസും ആ ഒരു ഭീതിയും ആ ഒരു തഖ്വയോടും കൂടി ചോദിക്കുമ്പം ആ ആത്മാവ് ഇങ്ങനെ ഉണരും. മറ്റെന്ത് ചെയ്യും? ആ സഹായം ഇട്ടുകൊടുക്കും. ആവശ്യക്കാരന്റെ ഹൃദയം മുഹീദ്ദീൻ ശൈഖിനെ ഓർക്കുന്നതിൽ വ്യാപൃതമാകുവാൻ 1000 വട്ടം വിളിക്കുന്നതിനും അത് ഇരുട്ടത്ത് വെച്ചാവുന്നതിനും പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം ഇഖ്ലാസ് തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? ഇരുട്ടത്തിൽ നിന്നിട്ട് വിളിക്കുന്നത്. അത്ര ഇഖ്ലാസോടെ മനസ്സിൽ മുഹീദ്ദീൻ ശൈഖിനെ മാത്രം കൊണ്ടുവന്നിട്ട് വേണം വിളിക്കാൻ. ഈ പറയുന്ന ഈ ഷർത്തുകളും ഇസ്ലാമും എങ്ങനെ ഒന്നിക്കാന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അള്ളാഹുവിനെ പറ്റി എന്നെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നും ഇരുന്നും കിടന്നും ഓർക്കേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ചാണ്. ഇത് മുഹീദ്ദീൻ ശൈഖിനെ പറ്റി ആവാനാണ് ഈ കുത്തുബിയത്തുകാരൻ പറയുന്നത്. ഇനി ഇത് നോക്ക്, അഹങ്കാരം നോക്കിക്കോളൂ. ദിക്റിന്റെ അവസരത്തിൽ വിളക്ക് കെടുക്കണമെന്ന് സലാലിമുൽ ഫുദല മുതലായ കിതാബുകളിൽ പ്രസ്താവിച്ചത് സ്മരണീയമാണ്, പൊട്ടത്തിലാണ്. ആകയാൽ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പ്രസ്താവിച്ചിരിക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയുടെ നിബന്ധന ശരിപ്പെടാത്തത് കൊണ്ട് പല അവസരത്തിലും മറുപടി ലഭിക്കാറില്ലല്ലോ. അപ്പൊ ആരെ വിളിക്കും പോലെ ശൈഖിനെ വിളിക്കുന്നത്? മഅദല്ലാഹ്. അതാണ് തോക്കെ പറഞ്ഞത്, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഉയരട്ടെ. ഓന്റെ കഥ കഴിഞ്ഞില്ലേ? ഓൻ അള്ളാന്റെ ഖുദ്റത്ത് സംശയിച്ചില്ലേ? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലെങ്കിൽ അങ്ങനെ സംശയാസ്പദമായിട്ട് പറയാനും പാടുണ്ടോ അള്ളാഹിനോട്? അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഉയരട്ടെ എന്നൊരു മുസ്ലിമിന്റെ നാവും വർത്താനം വരൂല, അത് പറയാനേ പാടില്ല. ഈ പറഞ്ഞ അള്ളാഹുവും അങ്ങനെ കൊടുക്കാണ്ടിരിക്കുന്നുണ്ടല്ലോ ചോദിച്ചോണ്ട് ഇഖ്ലാസ് നോക്കിയിട്ട്. അതേപോലെ തന്നെ മുഹീദ്ദീൻ ശൈഖ് എന്ത് നോക്കുന്നുണ്ട്? നമ്മളെ ഹൃദയത്തിന്റെ കാര്യം നോക്കുന്നുണ്ട്. അതേ മുഹീദ്ദീൻ ശൈഖിന്റെ കുതുബിയത്ത് നടത്തുന്ന ഹാളിലെ പണ്ടാരം കുമാരൻ കൊണ്ടുപോയി രാത്രി. പിറ്റേന്ന് കമ്മിറ്റി മൊത്തം പോലീസ് സ്റ്റേഷനിൽ. SI ചോദിച്ചു, എന്തപ്പാ പണ്ടാരം കാണുന്നില്ല? ഏത് പണ്ടാരം? മുഹീദ്ദീൻ ശൈഖിന്റെ നേർച്ചക്ക് വെച്ച പണ്ടാരം.
നിങ്ങളല്ലേ പറഞ്ഞ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള സാധനം കുപ്പിയിലുള്ള സാധനം പോലെ കാണുന്ന മനുഷ്യനാണ് നിങ്ങൾക്ക് എന്നെ ചോദിച്ചാൽ പോരെ മുതി ഷേഖിനോട്. പണ്ടാരാ കൊണ്ടുപോയി ചെയ്യുന്നു. അല്ല സാറ് അങ്ങനെ പറയല്ലപ്പാ, ഒരു ജാതി കളിയാക്കുമ്പോൾ ഇപ്പോൾ എല്ലാം അല്ലേ, എന്തോ ഒരു കൗമ്. ശരി, ഇത് കണ്ടോ. അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഈ പരിപാടി ഇപ്പം പുതുതായിട്ട് നമ്മൾ ഇസ്ലാമിൽ നിന്ന് മുസ്ലിമീങ്ങളെ അകറ്റാൻ തുടങ്ങിയതാണ്, ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ്, കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്, ജൂതൻ വിചാരിച്ച പോലെ കുഫറും ശിർക്കും പ്രചരിപ്പിച്ച് ഇസ്ലാമിൽ നിന്നും അകറ്റാനുള്ള ഏർപ്പാടാണ്. ഇതൊന്നും ഇമാമിങ്ങളോ മുൻഗാമികളോ ചെയ്തിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അത് പറയുന്ന പക്ഷെ ഇങ്ങനെയാണ്, ഇസ്തിഗാസ അനുവദനീയമോ സുന്നത്തോ ആക്കുന്ന കാര്യത്തിൽ മദ്ഹബിന്റെ ഇമാമിങ്ങളോ അഖീദന്റെ ഇമാമിങ്ങളോ അങ്ങനെ പ്രവർത്തിക്കുന്നതിനും പ്രവർത്തിക്കാതിരിക്കുന്നതിനും സ്ഥാനമില്ല. അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ, അവർ പ്രവർത്തിച്ചിട്ടില്ലേ, അതൊന്നും ചോദിക്കണ്ട, അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം അവർ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് ഇവർക്കറിയാം, ഒരു മാനദണ്ഡമില്ല, തെളിവില്ല. അതിനാൽ ഇത് സംബന്ധിച്ച് ചോദ്യം അസ്ഥാനത്താണ്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട, നമുക്ക് മറുപടിയില്ല, മുൻഗാമികൾക്കൊന്നും ഇത് പരിചയമില്ല. അവർ ചെയ്തോ ഇല്ലേ, അതൊന്നും ഈയുമായി ബന്ധപ്പെട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമല്ല. മൊഹീദ്ദീൻ ഷേഖിനേക്കാൾ ശ്രേഷ്ഠമായ ഖുലഫാ ഉർ റാഷിദീങ്ങൾ മുതലായവർ തങ്ങളെ 1000 വട്ടം വിളിച്ചാൽ ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളും വിളിക്കുന്നില്ല. നല്ല ഉത്തരം. നമ്മളെന്തിനാ ഷെയ്ഖ് ജീലാനി വിളിക്കുന്നത്? 1000 വട്ടം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയ്ഖ് ജീലാനി, കളവ്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മൾ വിളിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറയൂല. കാരണം അദ്ദേഹം മുഅ്മിനാണ്. അദ്ദേഹം നിങ്ങൾ പോലത്തെ ആൾക്കാർക്ക് ഈ ഷിർക്കിന്റെ കുഫറിന്റെ പരിപാടികൾ തുറന്നു കൊടുക്കുന്ന ടീമല്ല ഖുലഫാ ഉർ റാഷിദീങ്ങൾ. അതുകൊണ്ട് റബീഉൽ ആഖിർ മാസത്തിൽ ഇതിനി സംഭവിക്കാനിരിക്കുകയാണ്, പള്ളികളിൽ നടക്കാനിരിക്കുകയാണ്. നമുക്കിത് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ റബീഉൽ അവ്വൽ നബിദിനാഘോഷ പരിപാടിയെ പറ്റി അതിൻ്റെ ബിദഅത്തും കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാനും പറയാൻ തുടങ്ങിയിട്ട് കാലത്രയായി, നിൽക്കുന്നില്ല. അതിന് യൗമുൽ ഖിയാമ ഇതിനേക്കാൾ വിപുലമായിട്ടായിരിക്കും ഇനി അടുത്ത വർഷം അങ്ങോട്ട് സംഘടിപ്പിക്കപ്പെടുക. പക്ഷേ നമ്മളിത് ആർക്കെങ്കിലും ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ, ഒരാളെങ്കിലും ആ തെറ്റ് തിരുത്തി ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് വന്നാൽ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. അതുകൊണ്ട് മൊയ്‌ദി ശേഖരനെ നേർക്ക് നേരെ വിളിച്ച് സഹായം ചോദിക്കുന്ന, കാവല് ചോദിക്കുന്ന, ആവശ്യം പറഞ്ഞിട്ട് ഇടപെടിപ്പിക്കുന്ന ഏർപ്പാടാണ് ഈ കുത്തുബിയത്തും അതിൻ്റെ വരിയുമൊക്കെ. തമിഴ്നാട്ടുകാരനായ ഇപ്പറഞ്ഞ സദഖത്തുള്ള എന്ന് പറയുന്ന അയാൾ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. മീകായിലിനെ നേർക്ക് കാണുകയും മീകായിലിനെ കൊണ്ട് മഴ പെയ്യിപ്പിക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്ന കള്ള കറാമത്ത് പ്രചരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാക്കിയ സംഗതിയാണ്. അതിനൊന്നും അർത്ഥമില്ല. നമ്മൾ പറയുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങി, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, എന്തെങ്കിലും ആവശ്യമുണ്ടോ അള്ളാഹിനോട് ചോദിക്കും. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം വേണോ അള്ളാഹിനോട് സഹായം ചോദിക്കും. ഖുർആൻ പറയുന്നത് അതാണ്, റസൂലുള്ള പറഞ്ഞത് അതാണ്, ജീവിച്ച് കാണിച്ചതും അതാണ്, മുൻഗാമികൾ ചെയ്ത അതാണ്. അതിലേക്ക് മടങ്ങലെ വിജയത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൂ. അതുകൊണ്ട് മടങ്ങുക. ആര്? സഖാഫിമാരും മദനിമാരും ഹുദവിമാരും. നിങ്ങൾ കിതാബിലൊക്കെ ഓതി പഠിച്ചല്ലോ, ഖുർആനിലൊക്കെ ഓതി പഠിച്ച അള്ളാഹു ഉണ്ടല്ലോ, അവനിലേക്ക്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അള്ളാഹു പോരേൻ, മതി റബ്ബേ മതി, എല്ലാത്തിനും നീ മാത്രം മതി. കാരണം ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. الله മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.